നേതൃമാറ്റം ഉടനില്ലെന്നുറപ്പായതോടെ കോൺഗ്രസിൽ വീണ്ടും പുനഃസംഘടനാ ചർച്ചകൾ. കെപിസിസി, ഡിസിസി തലത്തിൽ സഹഭാരവാഹികളെ കണ്ടെത്താനാണ് ചർച്ചകൾ. മിക്ക ഡിസിസി പ്രസിഡന്റുമാരെയും മാറ്റും. നേതൃമാറ്റത്തിൽ വഴിമുട്ടിയ പുനഃസംഘടനാ ചർച്ചയാണ് കോൺഗ്രസിൽ വീണ്ടും സജീവമാകുന്നത്. കെ സുധാകരനെ കെപിസിസി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഉടൻ മാറ്റില്ല. ഇത് ഹൈക്കമാൻഡ് തത്വത്തിൽ അംഗീകരിച്ചിട്ടുമുണ്ട്. വി.ഡി. സതീശനോടും കെ സുധാകരനോടും ഒത്തുപോകണമെന്ന കർശന നിർദ്ദേശവും ഹൈക്കമാൻഡ് നൽകി. ഇനിയും അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന മുന്നറിയിപ്പും ഹൈക്കമാൻഡ് നൽകുന്നുണ്ട്. പുകച്ചു പുറത്തു ചാടിക്കാനുള്ള നീക്കത്തിൽ കെ സുധാകരൻ ഉയർത്തിയ കടുത്ത അമർഷത്തിൽ പൊട്ടിത്തെറി ഭയന്നാണ് സുധാകരനെ ഉടൻ മാറ്റേണ്ടതില്ലെന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിയത്. കേരളത്തിന്റെ വിഷയത്തിൽ അഭിപ്രായം പറയാതെ മാറി നിൽക്കാറുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും സുധാകരനെ ഉടൻ മാറ്റേണ്ടതില്ലെന്ന നിലപാടിൽ എത്തിയതാണ് സുധാകരന് തുണയായത്. സുധാകരനെ അപമാനിച്ച് ഇറക്കിവിടുന്നതുപോലെ മാറ്റുന്നത് ഗുണം ചെയ്യില്ലെന്നാണ് KC വേണുഗോപാലിന്റെയും നിലപാട്. ഹൈക്കമാൻഡ് നിലപാട് കടുപ്പിച്ചതോടെയാണ് താനും കെ സുധാകരനും തമ്മിൽ ഒരു ഭിന്നതയും ഇല്ലെന്നും നേതൃമാറ്റ ചർച്ചകൾ നടക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. പുനഃസംഘടനാ ചർച്ചയും നേരത്തെ നേതൃതലത്തിലെ ഭിന്നതയെ തുടർന്നാണ് നിലച്ചിരുന്നത്. ഇതാണ് പുതിയ സാഹചര്യത്തിൽ പുരോഗമിക്കുന്നത്. കണ്ണൂർ ഒഴികെ ചുരുക്കം DCCകളിൽ ഒഴിച്ച് മറ്റിടങ്ങളിൽ പുതിയ പ്രസിഡന്റുമാർ വരും. കണ്ണൂർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിനെ മാറ്റേണ്ടതില്ലെന്ന് പൊതുവെ ധാരണയുണ്ട്. KPCC DCC ഭാരവാഹികളായി കൂടുതൽ പേർ എത്തും. കണ്ണൂരിൽ നിന്ന് കൂടുതൽ പേർ KPCC ഭാരവാഹികളാകാനും സാധ്യതയുണ്ട്. KPCCയിലും DCCയിലും സഹഭാരവാഹികൾ കുറഞ്ഞത് പാർട്ടി പ്രവർത്തനത്തെ ബാധിക്കുന്നതായി നേരത്തെ തന്നെ വിവിധ ഘടകങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതുമാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ചുമതലകൾ വിഭജിച്ച് നൽകിയില്ലെങ്കിൽ അത് പ്രവർത്തനത്തെ ബാധിക്കാനിടയുണ്ടെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.